കോവിഡ് പ്രതിരോധ വാക്സിൻ കോവിഷീൽഡിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ പാർശ്വഫലത്തിന് സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ കേന്ദ്രത്തെ വിമർശിച്ച് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഉറപ്പെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിച്ചു. ഗുണനിലവാരമില്ലാത്ത വാക്സിന് BJP കമ്മീഷൻ വാങ്ങിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ഒരു വശത്ത് ഈ വാക്സിൻ സ്വീകരിച്ച ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാവുന്നു ഈ പുതിയ വെളിപ്പെടുത്തൽ, മറുവശത്ത് അത് രാഷ്ട്രീയ ആരോപണമായി വളരുകയാണ്. അതിനിടയിലാണല്ലോ ഈ ഹർജിയും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൂഗിൾ കോവിഷീൽഡിന് ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ട് എന്ന് ഇതിൻ്റെ നിർമ്മാണ കമ്പനി തന്നെ കോടതിയിൽ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കണമെന്നും ഇതിനായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണം എന്നുമാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അതിനിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും കോവിഷീൽഡ് വലിയ ഒരു വിഷയമായി ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണ യോഗങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തവണ ഈ കോവിഡ് കാലത്തുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വലിയ പ്രചരണ വിഷയമായി ഉയർത്തി കാണിച്ചിരുന്നു. എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി എല്ലാ പ്രചാരണ യോഗങ്ങളിലും സംസാരിക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇത്തരത്തിൽ ഈ കമ്പനി തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും വാക്സിന് ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അക്കാര്യം പ്രതിപക്ഷം ആയുധമാക്കുന്നത്. കോൺഗ്രസും RJDയും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതാണോ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് എന്ന ചോദ്യമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സ്ഥാനാർത്ഥിയാണ് അജയ് റായ്. ഒപ്പം തന്നെ ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ഉത്തരവാദി ആര് എന്ന കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും മറുപടി പറയണം എന്നാണ് RJD ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത വാക്സിൻ നൽകി കമ്മീഷൻ കൈപ്പറ്റി കേന്ദ്ര സർക്കാർ എന്ന ആരോപണമാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടി ആകട്ടെ കേന്ദ്ര സർക്കാർ ഇത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ച് ആളുകളെ നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിച്ച് അവർക്ക് ഈ പാർശ്വഫലത്തിന് ആര് മറുപടി പറയണം എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ വിഷയം പ്രചാരണ വിഷയമായി തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശരി, ഏതായാലും കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് AstraZeneca വെളിപ്പെടുത്തിയോടെ ആശങ്ക ഉയരുകയാണ്.